നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് രാഹുൽ. നരേന്ദ്രമോദി തെറ്റായ ചരിത്രം രചിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി. രാഹുലിനെ കാണാൻ ബത്തേരിയിലെത്തിയത് 10,000. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം ഒഴുക്കിയ പാപനാശിനിയിൽ രാഹുലെത്തി. പിതൃക്കൾക്ക് ബലി സമർപ്പിച്ച രാഹുൽ. തിരുനെല്ലിയിലും ബത്തേരിയിലും വൻ പോലീസ് സുരക്ഷ. സീതാറാം യെച്ചൂരി നാളെ വയനാട്ടിൽ. ബത്തേരിയിൽ ഇടതു റാലിയിൽ പ്രസംഗിക്കും. റോഡ് ഷോയിൽ ആയിരങ്ങൾ അണിനിരക്കും. അന്ത്യ അത്താഴ സ്മരണയിൽ നാളെ പെസഹ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വയനാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് രാഹുൽ ഗാന്ധി. മലയാളികളുടെ ഭാഷ മികച്ചതാണെന്നും കേരളം സമാധാനപൂർണമായ സഹവർത്തിത്വത്തിന്റെ നാടാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജീവിതകാലം മുഴുവൻ വയനാടിനൊപ്പമുണ്ടാകുമെന്നും രാഹുൽ. ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി തെറ്റായ ചരിത്രം രചിക്കുകയാണെന്നും BJP ഒരു വ്യക്തിയുടെ ആശയമാണ് നടപ്പിലാക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. വയനാട്ടിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമെന്ന് കരുതുന്നുവെന്നും രാഹുൽ. ഒരാശയത്തോട് പോരാടാൻ പല ആശയങ്ങളെ സമന്വയിപ്പിച്ചും വൈവിധ്യങ്ങളെ പരിപാലിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ഒരുമിപ്പിക്കാൻ ബഹുസ്വരത ഉയരേണ്ടതുണ്ട്. ദക്ഷിണേന്ത്യയിൽ വയനാട് അത്യുത്തമമാണ്. ഒപ്പം കേരളം മാതൃകയുമാണ്. രാജ്യത്തെ മറ്റു പ്രദേശങ്ങൾക്ക് പഠിക്കാൻ പലതുമുണ്ട് ഈ നാട്ടിൽ നിന്നും. തീവ്ര സങ്കുചിത സങ്കീർണതയില്ലാത്ത ഈ നാട്ടിൽ അഭിമാനത്തോടെയാണ് താൻ നിൽക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. നിങ്ങളെ അറിയാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ, നിങ്ങളെ കേൾക്കാനുമാണ് ഞാൻ വന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സമാധാനപൂർണമായ സഹവർത്തിത്വത്തിന്റെ ഉത്തമ മാതൃക ഏതെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതില്ല. കേരളമാണ് അതിനുത്തമമായ മാതൃക. ഇത് നിസ്സാരമായൊരു വിഷയമല്ല. that the rest of the country can learn from Kerala and Wayanad. ഇതര രാജ്യത്തിന്റെ ഇതര ദിക്കുകളിലുള്ളവർക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ ഏറെയുണ്ട് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ നിന്ന്. You have your own ideas, your own way of looking at the world, but you respect the ideas of other people as much as you respect your own. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങളുണ്ട്, നിങ്ങളുടെ ചിന്തകളുണ്ട്, നിങ്ങളുടെ മതവിശ്വാസങ്ങളുണ്ട്, നിങ്ങളുടെ വികാരങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം മറ്റുള്ളവരെ എങ്ങനെ ആദരിക്കണം, ബഹുമാനിക്കണം, പരിഗണിക്കണം എന്ന സംസ്കാരവും നിങ്ങൾക്കുണ്ട്. You are polite and you are respectful. നിങ്ങൾ വിനയാന്വിതരാണ്, ആദരണീയ സ്വഭാവമുള്ളവരാണ്. You do not believe in violence and in crushing people who do not agree. തീവ്രത, സങ്കുചിതത്വം, സങ്കീർണത നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല. So that is why it is a huge honor for me to be standing here speaking to you. രാത്രിയാത്രാ നിരോധനത്തിനും വന്യമൃഗശല്യത്തിനും പ്രായോഗിക പരിഹാരങ്ങൾ ഉണ്ടാക്കുമെന്നും രാഹുൽ പറഞ്ഞു. വയനാട് വിഷൻ, ബത്തേരി. പ്രവർത്തകർക്ക് ആവേശമായി രാഹുലിന്റെ പ്രസംഗം. 11:30 വേദിയിലെത്തിയ രാഹുലിനെ മുദ്രാവാക്യങ്ങൾ വിളിച്ചും അഭിവാദ്യമർപ്പിച്ചുമാണ് പ്രവർത്തകർ വരവേറ്റത്. 10,000 പങ്കെടുത്ത പൊതുയോഗത്തിൽ പ്രായഭേദമന്യേ ആവേശത്തിന്റെ തിരയിളക്കം കാണാമായിരുന്നു. ഇന്ന് കാലത്ത് 11:30 ബത്തേരി സെന്റ് മേരീസ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഹുലിനെ ഹർഷാരവങ്ങളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. തുടർന്ന് വേദിയിലെത്തിയ രാഹുൽ വയനാടിൻ്റെയും കേരളത്തിൻ്റെ മാതൃകാപരമായ സഹവർത്തിത്വത്തെക്കുറിച്ചും സംസാരിച്ചു. എൻ്റെ കാര്യങ്ങൾ പറയാനല്ല, നിങ്ങളെ കേൾക്കാനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കാൻ നിങ്ങളോടൊപ്പമുണ്ടാകാമെന്നും രാഹുൽ പറഞ്ഞു. ജീവിതരീതിയും കാഴ്ചപ്പാടുകളും സംസ്കാരങ്ങളും സംരക്ഷിച്ച് ഒരു മകനായും സഹോദരനായും കാലമത്രയും കൂടെയുണ്ടാകുമെന്ന വാഗ്ദാനം പ്രവർത്തകരെ ആവേശത്തോടെയാണ് വരവേറ്റത്. വയനാട് വിഷൻ, ചീരാൽ.
രാഹുൽ ഗാന്ധിയെ കാണാൻ രാവിലെ മുതൽ തന്നെ ആയിരങ്ങളാണ് എത്തിയത്. കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നതെങ്കിലും ക്ഷമയോടെ എല്ലാം മറികടന്നാണ് പൊരിവെയിലത്തും ഇഷ്ടനേതാവിനെ കാണാൻ ആളുകൾ കാത്തിരുന്നത്. ഒടുവിൽ രാഹുലിന്റെ പ്രസംഗവും കഴിഞ്ഞ് 12 മണിയോടെയാണ് ഇവർ മടങ്ങിയത്. വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി ആദ്യമായാണ് വയനാട് മണ്ഡലത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിനാൽ തന്നെ തങ്ങളുടെ നേതാവിനെ കാണാൻ രാവിലെ മുതൽ തന്നെ അണികൾ സമ്മേളനം നടക്കുന്ന സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. രാവിലെ 7 മണി മുതൽ തന്നെ എത്തിയവരെ 9 മണി മുതലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കർശന പരിശോധനയ്ക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് കടത്തിവിട്ടത്. തുടർന്ന് 2.5 മണിക്കൂർ നീളുന്ന കാത്തിരിപ്പ്. പൊരുവെയിലിനെ കസേര കൊണ്ടും പേപ്പർ, തുണി എന്നിവ കൊണ്ടും പ്രതിരോധിച്ചാണ് ആളുകൾ രാഹുലിനെ കാത്തിരുന്നത്. ഒടുവിൽ 11:30 രാഹുലെത്തി. നിറഞ്ഞ കയ്യടികളുടെയും ആർപ്പുവിളികളുടെയും എതിരേൽപ്പ്. പിന്നീട് 20 മിനിറ്റോളം നീളുന്ന കാണികളെ കയ്യിലെടുത്ത പ്രസംഗം. വയനാടിന്റെ പ്രശ്നങ്ങളായ രാത്രിയാത്രാ നിരോധനം, വന്യമൃഗശല്യം എന്നിവ പരിഹരിക്കാൻ വയനാട്ടുകാരോടൊപ്പം ഉണ്ടാവുമെന്ന ഉറപ്പ്. ലോകത്തിന് തന്നെ മാതൃകയാണ് വയനാടും കേരളവുമെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് ജനം അതും ഏറ്റെടുത്തത്. തുടർന്ന് സെന്റ് മേരീസ് കോളേജിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹാളിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ചാണ് രാഹുൽ ഗാന്ധി മടങ്ങിയത്. ഇദ്ദേഹത്തോടൊപ്പം ദേശീയ സംസ്ഥാന നേതാക്കളായ KC വേണുഗോപാൽ, മുകുൾ വാസ്നിക്, ഉമ്മൻചാണ്ടി, IC ബാലകൃഷ്ണൻ MLA, സാദിഖ് അലി തങ്ങൾ തുടങ്ങി നിരവധി നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബത്തേരി. സ്വന്തമായി ഗാനമെഴുതി പാടി രാഹുലിന്റെ പ്രശംസ പിടിച്ചുപറ്റി കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ്. രാഹുൽ വേദിയിലെത്തും മുൻപും രാഹുലിന്റെ പ്രസംഗത്തിന് ശേഷവും PJ ജോസഫ് ഗാനം ആലപിച്ചു. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരനായകൻ വയനാട്ടിലെത്തുന്നുണ്ട്, നമ്മുടെ സാരഥി വീരനായകൻ വയനാട്ടിലെത്തുന്നുണ്ട്. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരനായകൻ വയനാട്ടിലെത്തുന്നുണ്ട്. കാത്തിരുന്നു കണ്ടോളൂ, ഓർത്തിരുന്നു ചെയ്തോളൂ, ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ. കാത്തിരുന്നു കണ്ടോളൂ, ഓർത്തിരുന്നു ചെയ്തോളൂ, ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ. തന്റെ തിരക്കിട്ട പ്രചരണ പരിപാടികൾക്കിടയിലും സിവിൽ സർവീസ് ലഭിച്ച ശ്രീധന്യയെ കാണാൻ സമയം കണ്ടെത്തി AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഇന്ന് വയനാട്ടിൽ ഇലക്ഷൻ പ്രചരണ പരിപാടികൾക്കിടയിൽ സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഓഫീസിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി ശ്രീധന്യയെയും കുടുംബത്തെയും കണ്ടത്. വയനാട് ജില്ലയിൽ ആദ്യമായാണ് ഒരു ഗോത്രവർഗ പെൺകുട്ടിക്ക് സിവിൽ സർവീസ് ലഭിക്കുന്നത്. പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ സംബന്ധിച്ചും ശ്രീധന്യ പരിശീലനത്തിന് പോകുന്ന മസൂറിയിലെ പഴയ പഠനകാലത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ രാഹുലുമായി പങ്കുവച്ചു. ശ്രീധന്യയുടെ അച്ഛനും അമ്മയും അനുജനും കൂടെയുണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. ശ്രീധന്യയ്ക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചാണ് രാഹുൽ ഗാന്ധി മടങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വയനാട് മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന EVM VVPAT യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് ആണ് കൽപ്പറ്റ SKMJ സ്കൂളിൽ നടന്നത്. സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നം, ഫോട്ടോ എന്നിവയടങ്ങിയ EVM ബാലറ്റ് ലേബലുകൾ സാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റുകൾ ടാഗുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യുന്നതാണ് EVM കമ്മീഷനിംഗ്. പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട പോളിംഗ് ബൂത്തുകൾ വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിന് മോക്ക് പോളിംഗ് നടന്നു. ജില്ലയിൽ 215 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. 7 തലമുറയ്ക്ക് ബലിതർപ്പണം നടത്തി AICC അധ്യക്ഷനും വയനാട് മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി. പിതാവ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്കും മുത്തശ്ശി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കുമടക്കം തന്റെ പൂർവികരും പരേതരുമായ 7 തലമുറകളുടെ മോക്ഷത്തിനു വേണ്ടി തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധി പിതൃതർപ്പണ പൂജയും പാപനാശിനിയിൽ ബലികർമ്മവും നടത്തി. കണ്ണൂരിൽ നിന്നും രാവിലെ 10:15 തിരുനെല്ലി SAUP സ്കൂളിലെ താൽക്കാലിക ഹെലിപ്പാഡിൽ കോൺഗ്രസ് നേതാക്കളായ മുകുൾ വാസ്നിക്, ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, PC വിഷ്ണുനാഥ് എന്നിവർക്കൊപ്പം വന്നിറങ്ങിയ രാഹുൽ ഗാന്ധി റോഡ് മാർഗം പ്രത്യേക വാഹനവ്യൂഹത്തിൽ പഞ്ചതീർത്ഥം വിശ്രമ മന്ദിരത്തിലെത്തി. ഹെലിപ്പാഡിൽ AICC അംഗം PK ജയലക്ഷ്മി, KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൽസൺ തുടങ്ങി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരിച്ചു. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായി ഗസ്റ്റ് ഹൌസ് മുറ്റത്ത് പ്രത്യേക വാഹനത്തിൽ വന്നിറങ്ങിയ രാഹുലിനെ AICC നിരീക്ഷകൻ PV തങ്കബാലു, KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു മാസ്റ്റർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KC സദാനന്ദൻ, ട്രസ്റ്റി PB കേശവദാസ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വിശ്രമ മന്ദിരത്തിലെ മുറിയിലെത്തി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാറി മുണ്ടും മേൽമുണ്ടും ധരിച്ചാണ് പടികൾ കയറി ക്ഷേത്ര മുറ്റത്തെത്തിയത്. ഓഫീസിലെത്തി പ്രതിതർപ്പണ പൂജയ്ക്കുള്ള രസീത് വാങ്ങിയ ശേഷം നടയിൽ പ്രാർത്ഥനയും നടത്തി. തുടർന്ന് പാപനാശിനിയിലേക്ക് പ്രതികർമ്മത്തിനായി നീങ്ങി. ദേവസ്വം ട്രസ്റ്റി കേശവദാസ്, എക്സിക്യൂട്ടീവ് ഓഫീസർ KC സദാനന്ദൻ,
AICC നിരീക്ഷകൻ PV തങ്കപാലു, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ തുടങ്ങിയവർ പാപനാശിനിയിലേക്ക് അദ്ദേഹത്തെ അനുഗമിച്ചു. രാഹുൽജി അമ്പലത്തിലെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് പാപനാശിനിയിലേക്ക് പോയി. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടി ബലിതർപ്പണം നടത്തി. പിന്നീട് അച്ഛൻ്റെ അമ്മയ്ക്ക് വേണ്ടി ശ്രീമതി ഗാന്ധിക്ക് വേണ്ടി അദ്ദേഹം പിതൃതർപ്പണം നടത്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛന് വേണ്ടി പിതൃതർപ്പണം നടത്തി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയിലുള്ള 7 തലമുറയിൽപ്പെട്ട മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും അദ്ദേഹം പിതൃതർപ്പണം നടത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിനിടയ്ക്ക് മരണമടഞ്ഞ മുഴുവൻ പാർട്ടി പ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കും വേണ്ടി അദ്ദേഹം പിതൃതർപ്പണം നടത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പുൽവാമയിൽ കൊല ചെയ്യപ്പെട്ട പട്ടാളക്കാർക്ക് വേണ്ടി പിതൃതർപ്പണം നടത്തി. പാപനാശിനിയിലെത്തിയ അദ്ദേഹം പിതാവിൻ്റെ മാതാവ് ഇന്ദിരാഗാന്ധി അടക്കമുള്ള 7 തലമുറകൾക്കും പിതാവ് രാജീവ് ഗാന്ധിക്കും ആദ്യം ബലിതർപ്പണം ചെയ്തു. തുടർന്ന് പുൽവാമയിലും വിവിധ കാലഘട്ടങ്ങളിലും സൈന്യത്തിൽ നിന്നും വീരമൃത്യു മരിച്ച ജവാന്മാർക്കും പിന്നീട് കോൺഗ്രസ് പാർട്ടിയിലെ രക്തസാക്ഷിത്വം വഹിച്ച കൃപേഷിനും ശരത്ലാലും അടക്കമുള്ള എല്ലാവർക്കും വെവ്വേറെ പിണ്ടം വെച്ച് പ്രാർത്ഥിച്ചു. പാപനാശിനിയിൽ കാർമ്മികനായ പയ്യന്നൂർ കരിവള്ളൂർ സ്വദേശി പള്ളിക്കയിലെത്ത ഗണേശ് ഭട്ടതിരി ചൊല്ലിക്കൊടുത്ത സംസ്കൃത മന്ത്രാചരണങ്ങൾ രാഹുൽ ഏറ്റുചൊല്ലി. പഞ്ചതീർത്ഥക്കുളവും സന്ദർശിച്ച വീണ്ടും ക്ഷേത്രത്തിലേക്ക് മടങ്ങി. നടയിലെത്തി പ്രാർത്ഥിച്ച ശേഷം ക്ഷേത്രം മേൽശാന്തി EN കൃഷ്ണ നമ്പൂതിരിൽ നിന്നും പ്രസാദവും നിവേദ്യവും സ്വീകരിച്ചു. ദക്ഷിണ നൽകിയായിരുന്നു മടക്കം. അരമണിക്കൂർ കൊണ്ട് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഹെലികോപ്റ്ററിൽ ബത്തേരിയിലെ പൊതുസമ്മേളന സ്ഥലത്തേക്ക് പോയി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മുറിയിൽ പോയി വസ്ത്രം മാറി വന്ന ശേഷം അടുത്തുനിന്നവരെ അഭിവാദ്യം ചെയ്യുകയും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഹസ്തദാനം നൽകി കുറച്ചുപേർക്ക് സെൽഫിക്ക് പോസ്റ്റും ചെയ്താണ് രാഹുൽ മടങ്ങിയത്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം പാപനാശിനിയിൽ നിമജ്ജനം ചെയ്തപ്പോൾ സഹകാർമ്മികത്വം വഹിച്ചത് പയ്യന്നൂർ കരിവെള്ളൂർ പയ്യളിക ഇല്ലത്ത് ഗണേഷ് ഭട്ടതിരിയായിരുന്നു. അന്ന് മുഖ്യകർമ്മി ഗണേഷ് ഭട്ടതിരിയുടെ അച്ഛൻ ശങ്കരൻ ഭട്ടതിരിയായിരുന്നു. അതേ ഗണേഷ് ഭട്ടതിരിയാണ് അച്ഛന്റെ പിതൃസ്മരണയ്ക്കായി രാഹുൽ ഗാന്ധി ബലിതർപ്പണത്തിനെത്തിയപ്പോൾ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ഈ അനുഭവത്തിന്റെ സന്തോഷത്തിലാണ് ഗണേഷ് ഭട്ടതിരി. ബലിതർപ്പണ ചടങ്ങിന് നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞത് അനുഗ്രഹമായി കാണുന്നതായി ഇദ്ദേഹം പറഞ്ഞു. വളരെ ഇതായിട്ട് കിട്ടുന്നൊരു ചാൻസില്ല, റയറായിട്ട് കിട്ടുന്നൊരു ചാൻസ് അല്ലേ ഇത്. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതിനെ ചെയ്യിച്ചു വിടുക, അതല്ല നമ്മളുടെ ചടങ്ങ്. എന്തൊക്കെ ആർക്കൊക്കെയാണ് ചെയ്തത്? അച്ഛൻ, അമ്മ, അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അച്ഛൻ, പിന്നീട് അമ്മയുടെ അച്ഛൻ, പിന്നീട് കുടുംബത്തിലുള്ള 7 തലമുറയിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യിച്ചു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പുൽവാമയും അങ്ങനെയുള്ള ഭീകരാക്രമണത്തിൽ മരിച്ച ഭടന്മാരെ അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് പ്രവാസം ചെയ്ത് നമ്മുടെ സാധാരണ ഇവിടെ ചെയ്യുന്ന ചടങ്ങുകൾ ചെയ്ത് മുഴുവൻ. മഹാന്മാരുടെ സന്ദർശനം ക്ഷേത്രത്തിന്റെ യശസ് ഉയർത്തുമെന്ന് മുൻ തിരുനെല്ലി ക്ഷേത്രം ജീവനക്കാരൻ വിജയൻ. രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം പാപനാശിനിയിൽ നിമജ്ജനം ചെയ്തപ്പോൾ ക്ഷേത്രത്തിലെ ക്ലർക്ക് വിജയന് വിശ്രമ ജീവിതത്തിലും ക്ഷേത്രത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ്. ശബരിമലയും ഗുരുവായൂരും പോലെ തിരുനെല്ലിയും മഹാന്മാരുടെ സന്ദർശനം പ്രശസ്തിയിലെത്തിക്കാൻ സഹായകമാകട്ടെയെന്നും വിജയൻ പറഞ്ഞു. 1991 അദ്ദേഹത്തിന്റെ ചിതാഭസ്മം തിരുനെല്ലി ഒഴുക്കിയത്. കോൺഗ്രസിന്റെ പ്രശസ്തരായ ഒട്ടനവധി നേതാക്കന്മാർ ആ അവസരത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് പരിമിതമായ സൗകര്യമാണ് തിരുനെല്ലി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഈ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം ഒരു ഓല പുല്ലുവേഞ്ഞ സ്ഥലമായിരുന്നു. ഉള്ള പരിമിത സ്ഥലത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരും ആരാധകരും അത് കാണാൻ വേണ്ടി ഈ തിരുനെല്ലി ക്ഷേത്രത്തിലെ വരാന്തരങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ശ്രീ K. കരുണാകരൻ, AK ആന്റണി, ശ്രീ രാമേന്ദ്ര മാസ്റ്റർ, റോസക്കുട്ടി ടീച്ചർ, തിരുനെല്ലിയിലെ തൃശ്ശേരിയിലെ നാരായണവാര്യർ, രാമകൃഷ്ണൻ, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി നേതാക്കന്മാർ ഉണ്ട്. എനിക്ക് പേര് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അവർക്കുണ്ടായിരുന്നു. ചിതാഭസ്മ നിമജ്ജനത്തോടുകൂടി തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ യശസ്തി കൂടുതൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. മാവോ ഭീഷണി, പഴുതടച്ച സുരക്ഷയിൽ രാഹുലിന്റെ തിരുനെല്ലി സന്ദർശനം. ഉത്തരമേഖല IG അജിത്തിന്റെ നേതൃത്വത്തിൽ 1000-ലധികം പോലീസുകാരെയാണ് സുരക്ഷാ ജോലിക്കായി നിയോഗിച്ചത്. മാധ്യമങ്ങൾക്കും കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത്. രാഹുൽ ഇന്ന് രാവിലെ 10 മണി കഴിഞ്ഞാണ് എത്തിയതെങ്കിലും 2 ദിവസം മുൻപ് തന്നെ തിരുനെല്ലി ക്ഷേത്രവും പരിസരവും SPGയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. രാഹുലിന്റെ സന്ദർശനത്തിന് 3 ദിവസം മുൻപേ ആന്റി നക്സൽ സ്ക്വാഡ് ക്ഷേത്രത്തിന് സമീപത്തെ ഉൾക്കാടുകളിലടക്കം നിലയുറപ്പിച്ചിരുന്നു. തൃശൂരിൽ നിന്നുള്ള ബെല്ല എന്ന ഡോഗ് സ്ക്വാഡും തിരുനെല്ലിയിൽ സുരക്ഷാ പരിശോധനയ്ക്കായി എത്തിയിരുന്നു. രാഹുലിന്റെ സന്ദർശനത്തിന് 10 മിനിറ്റ് മുൻപ് വരെ ഭക്തരെ ക്ഷേത്രത്തിലേക്ക്
മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിവിട്ടിരുന്നു. രാഹുൽ എത്തിക്കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിലേക്ക് ആരെയും കയറ്റിവിട്ടുമില്ല. അരമണിക്കൂർ കൊണ്ട് ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി. തിരുനെല്ലി SAM LP സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ വന്നിറങ്ങിയ രാഹുൽ റോഡ് മാർഗം തിരുനെല്ലി ക്ഷേത്രത്തിലെത്തുകയായിരുന്നു. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ഗാന്ധിയൻ പാർട്ടിയെ വിജയിപ്പിക്കൂ, ഇന്ത്യയെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തോടെ ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന IGP സ്ഥാനാർത്ഥി ശിവപ്രസാദ് ഗാന്ധി. വയനാടിനെ വികസിത ജില്ലയും ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്നതാണ് IGPയുടെ ലക്ഷ്യമെന്നും ശിവപ്രസാദ് കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നാളെ രാവിലെ 10 മണിക്ക് CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബത്തേരിയിൽ പൊതുസമ്മേളനത്തിലെത്തും. റോഡ് ഷോയിലും പങ്കെടുക്കും. നാളെ നടക്കുന്ന സമ്മേളനത്തിലും റോഡ് ഷോയിലും പതിനായിരങ്ങൾ സംബന്ധിക്കുമെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബത്തേരിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവും വയനാട് മണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി കാർഷിക പ്രശ്നങ്ങളോ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളോ സൂചിപ്പിച്ചില്ലെന്നും നേതാക്കൾ പറഞ്ഞു. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് സുൽത്താൻബത്തേരിയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ വയനാട്ടിലെ കാർഷിക മേഖലയെ സംബന്ധിച്ചോ വയനാട്ടിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നതിന് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP RSS ശക്തികളെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് അവരുടെ പ്രചാരണ പ്രവർത്തനം നടന്നത്. വയനാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി PP സുനീറിന് വോട്ട് അഭ്യർത്ഥിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫ്ലാഷ് മോബ് നടത്തി. 4 ദിവസങ്ങളിലെ പര്യടനം പൂർത്തീകരിച്ച് കണിയാമ്പറ്റയിലാണ് ഫ്ലാഷ് മോബ് സമാപിച്ചത്. മുഴുവൻ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിലായിരുന്നു ഫ്ലാഷ് മോബ് നടന്നത്. കൽപ്പറ്റ ടൗണിൽ വ്യാപാരികൾ, തൊഴിലാളികൾ, ഉപഭോക്താക്കൾ, ടാക്സി തൊഴിലാളികൾ, വഴിയാത്രക്കാർ തുടങ്ങിയവരോട് വോട്ട് അഭ്യർത്ഥിച്ച വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PP സുനീർ. വനിതകളടക്കമുള്ള പ്രവർത്തകർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. തോട്ടം മേഖലകളിലെ പ്രചരണത്തിന് ശേഷമാണ് സുനീർ കൽപ്പറ്റ ടൗണിൽ എത്തിയത്. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ 2ാം ഘട്ട പ്രചരണ പരിപാടിയുടെ ഭാഗമായി വെള്ളമുണ്ട, തൊണ്ടർനാട്, പനമരം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഷോയും നടന്നു. കോറം, വെള്ളമുണ്ട, പനമരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റോഡ് ഷോ നടന്നത്. BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ, BDJS അധ്യക്ഷൻ ഷാജി, പ്രാദേശിക നേതാക്കളും വിവിധയിടങ്ങളിൽ സംസാരിച്ചു. നിരവധി പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യമർപ്പിക്കാൻ എത്തിയത്. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ആദിവാസി കുട്ടികളെ ഉൾപ്പെടെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ബഹുമാന്യനായ NDAയുടെ സ്ഥാനാർത്ഥി ഇവിടേക്ക് സാമുദായിക സ്പർദ്ധ വളർത്തുകയും ചെയ്ത ഒരു പാർട്ടിയുമായിട്ടുള്ള മത്സരമാണ് എന്ന സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലും, കാര്യം യഥാർത്ഥത്തിൽ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ എല്ലാ സ്ഥലം, അതുപോലെ ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും എല്ലാ വിഭാഗത്തിനും തുല്യനീതി കൊടുത്തുകൊണ്ട് എല്ലാ ഇന്ത്യക്കാരനും സഹോദരങ്ങളാണെന്ന് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുകയുണ്ടായത്. അന്ത്യത്താഴ സ്മരണയിൽ ക്രൈസ്തവർ നാളെ പെസഹ ആചരിക്കും. ക്രൈസ്തവ സമൂഹത്തിന്റെ കൂട്ടായ്മയുടെ കേന്ദ്രബിന്ദുവായ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസവും യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം ഭക്ഷിച്ച ദിവസവുമാണ് പെസഹ. യേശുവിനു മുമ്പും പെസഹ ഉണ്ടായിരുന്നുവെങ്കിലും യേശുവിലൂടെയാണ് പെസഹായ്ക്ക് പുതിയൊരു മാനം കൈവന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേമിൽ സെഹിയോൻ ഭക്ഷണശാലയിൽ യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനമായി ഭക്ഷണം കഴിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ പുതുക്കലാണ് ക്രൈസ്തവരുടെ പെസഹ ആചരണം. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. യേശുവിന് മുൻപ് പഴയ നിയമത്തിലെ പെസഹ ആചരണം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്ത് ഭരണാധികാരിയായിരുന്ന ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും മോചിതരാകുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകലിന്റെ ഓർമ്മയായിരുന്നു ഇസ്രായേൽ ജനത്തിന്
ദിവസത്തിന് പെസഹ ആഘോഷം. യേശുവിലൂടെ വിശുദ്ധിയിലൂടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകലായി പെസഹ ബൈബിളിലെ പഴയ നിയമത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടും പുതിയ നിയമത്തിൽ യേശുവിന്റെ അന്ത്യ അത്താഴം മാതൃകയാക്കിയുമാണ് ക്രൈസ്തവരുടെ പെസഹ ആഘോഷം. പുളിക്കാത്ത മാവ് കൊണ്ടുണ്ടാക്കിയ പുളിക്കാത്ത അപ്പവും പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളോടെ തയ്യാറാക്കുന്ന പാനീയവുമാണ് പെസഹ ആചരണത്തിലെ വിഭവങ്ങൾ. കുടുംബാംഗങ്ങളെല്ലാം ചേർന്നുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ കുടുംബനാഥനാണ് അപ്പം പകുത്ത് മറ്റുള്ളവർക്ക് നൽകുന്നത്. ചിലയിടങ്ങളിൽ ദേവാലയങ്ങളിലും പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്താറുണ്ട്. യേശു കുരിശിലെ ബലിയിലൂടെ കൈവരിക്കുന്ന വിമോചനം എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ സ്മരണയ്ക്കാണ് ക്രൈസ്തവരുടെ അപ്പം മുറിക്കൽ ശുശ്രൂഷ. തന്റെ അനുയായികൾ എങ്ങനെ വർത്തിക്കണമെന്നതിന്റെ മാതൃകയായി യേശു അന്ത്യ അത്താഴവേളയിൽ ശിഷ്യരുടെ കാൽ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മ പുതുക്കി പെസഹ വ്യാഴാഴ്ച ക്രൈസ്തവ ദേവാലയങ്ങളിൽ പുരോഹിതർ ദിവ്യബലി മധ്യേ 12 ശിഷ്യരെ അനുസ്മരിച്ച് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന 12 പേരുടെ കാലുകൾ കഴുകും. വയനാട് വിഷൻ, പുൽപ്പള്ളി. രക്തദാന, അവയവദാന, ജീവകാരുണ്യ രംഗങ്ങളിൽ ജ്യോതിർഗമയ വഹിക്കുന്ന പങ്ക് മാതൃകാപരമാണെന്ന് യാക്കോബായ സഭ മലബാർ ഭദ്രാസനാധിപൻ സക്രിയാസ് മോർ പോളികോർപ്പസ് മെത്രാപ്പൊലിത്ത. MJSSA മാനന്തവാടി മേഖലയുടെ രക്തദാന പദ്ധതിയായ ജ്യോതിർഗമയ തുടർച്ചയായ 10ാം വർഷവും പീഡാനുഭവ വാരം രക്തദാന വാരമായി ആചരിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ ജില്ലയിലെ വിവിധ രക്തബാങ്കുകളിൽ രക്തദാനം നടത്തും. ജില്ലാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി ജിതേഷ് അധ്യക്ഷത വഹിച്ചു. ജ്യോതിർഗമയ കോർഡിനേറ്റർ KM ഷിനോജ്, ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനിജ മെറിൻ, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ജോൺ ബേബി എന്നിവർ സംസാരിച്ചു. ബിബ്ലിക്കൽ സെൻസിൽ നോക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ രക്തം ചൊരിഞ്ഞാണ് മനുഷ്യവർഗത്തെ വീണ്ടെടുത്തത്. ക്രിസ്തു നൽകിയതായ ആ രക്തത്തിൻ്റെ ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് സഹജീവികളെ, അത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് അവരെ ജീവനിലേക്കും മരണത്തിൽ നിന്നും പിടിച്ചു കൊണ്ടുവരുന്നതായ ഈ സത്കർമ്മം 10 വർഷമായിട്ട് നമ്മൾ തുടരുമ്പോൾ അത് തീർച്ചയായും സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. നല്ലൊരു വെളിച്ചമാണ്, നല്ലൊരു പ്രകാശമാണ്. ഈ പ്രകാശം അണയാതെ എന്നും നിലനിൽക്കുവാൻ വയനാട്ടിലുള്ള എല്ലാവർക്കും ആവശ്യമായി വരുന്ന രോഗികൾക്ക് രക്തം നൽകുവാൻ ഈ സംരംഭം. മൂപ്പനാട് ഫുട്ബോൾ അക്കാദമിയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. റിപ്പൺ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റ് 12ാം വാർഡ് മെമ്പർ AK റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഇസ്മായിൽ പള്ളിയാൾ, സെയ്ദ, ഹംസ, അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് രാഹുൽ. നരേന്ദ്രമോദി തെറ്റായ ചരിത്രം രചിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി. രാഹുലിനെ കാണാൻ ബത്തേരിയിലെത്തിയത് 10,000. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം ഒഴുക്കിയ പാപനാശിനിയിൽ രാഹുലെത്തി. പിതൃക്കൾക്ക് ബലി സമർപ്പിച്ച രാഹുൽ. തിരുനെല്ലിയിലും ബത്തേരിയിലും വൻ പോലീസ് സുരക്ഷ. സീതാറാം യെച്ചൂരി നാളെ വയനാട്ടിൽ. ബത്തേരിയിൽ ഇടതു റാലിയിൽ പ്രസംഗിക്കും. റോഡ് ഷോയിൽ 1000 അണിനിരക്കും. അന്ത്യ അത്താഴ സ്മരണയിൽ നാളെ പെസഹ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.